ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു കിടിലൻ വ്യൂ പോയിൻറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മനോഹരമായ കാഴ്ചകൾ ചുറ്റും സമ്മാനിക്കുന്ന നല്ലൊരു ആംബിയൻസ് ഒക്കെയുള്ള, പ്രത്യേകിച്ച് മോർണിംഗ് സമയത്ത്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. എപ്പോഴും പറയുന്ന പോലെ തുടർന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ തിരുച്ചിട്ടൂർ പാറ ഉള്ള ആ ഒരു വഴി. ഇങ്ങോട്ടാണ് കേട്ടോ വഴി കിട്ടിയത്. നമ്മൾ ജസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. എന്തായാലും ഇനി ഉള്ളിലോട്ട് പോകാം. തുടക്കത്തിൽ ഇത്തിരി മോശം റോഡാണ്. എന്തായാലും നമുക്ക് പോയി നോക്കാം. അതുവഴിയാണ് നമ്മൾ വന്നത് കേട്ടോ. ഈ ഒരു കയറ്റം കയറിയിട്ടാണ് നമുക്ക് ആ തിരുച്ചിട്ടൂർ പാറയിലേക്ക് കയറേണ്ടത്. മുകളിലൊരു അമ്പലമുണ്ട്. അപ്പോൾ അമ്പലത്തിൽ നിന്നാണ് പാട്ട് കേൾക്കുന്നത്. നമുക്ക് എന്തായാലും നടന്നോ. അപ്പോൾ അങ്ങ് താഴെയാണ് വണ്ടി വെച്ചത് കേട്ടോ. നമ്മൾ നേരത്തെ കാണിച്ചില്ലേ, അതല്ല ആക്ച്വലി എൻട്രൻസ് കേട്ടോ. ഗൂഗിളിലും മറ്റേതാണ് കാണിക്കുന്നത്. പക്ഷേ നമ്മൾ വഴി ചോദിച്ച് വരേണ്ടി വരും. ഈ താന്നിമൂട് ജംഗ്ഷൻ എത്തിയിട്ട് വഴി ചോദിക്കണം കേട്ടോ, അല്ലെങ്കിൽ തെറ്റിപ്പോകും. കാരണം വേറൊരു ആർച്ചിലും ഇതേ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് ഒരുപാട് താഴെ തന്നെ നടന്ന് കയറേണ്ടി വരും. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആ വഴിയൊക്കെ ഏകദേശം കാട് മൂടിക്കാണും. ഇവിടെ ഈ വഴി വന്നാൽ കുറച്ച് താഴെ വണ്ടി വയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ വഴി താന്നിമൂട് ജംഗ്ഷനിൽ വന്നിട്ട് ചോദിച്ചിട്ട് ഇവിടെ വണ്ടി വെച്ച് നടന്ന് കയറി വരികയാണ്. അമ്മേ, കുത്തനെയുള്ള കയറ്റമാണ്. പക്ഷെ അധികം ഇല്ലെന്നാണ് പറഞ്ഞത്. ആ ഒരു ധൈര്യത്തിൽ നമ്മൾ കയറി പോവാണ്. ആ സൈഡിൽ കൂടെയാണ് നമ്മൾ വന്നത് കേട്ടോ. അവിടെ നിന്ന് വളവ് തിരിഞ്ഞാണ് വന്നത്. അപ്പോൾ ഇത്രയും കയറ്റം നമ്മൾ കയറി. അമ്മേ, ഇനി അതും കൂടെ കയറണം. അവിടെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് കാണുന്നുണ്ട്. എനിക്കൊന്ന് അവിടെ ഒരു ബോർഡുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും അവിടെ വരെ പോയി നോക്കാം. അല്ലടാ, ഇവിടെ എന്ത് 2000 ഇട്ടിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും. അയ്യോ, ഇതൊരു കുഴിയാണ്. പക്ഷെ ഇങ്ങോട്ടൊരു ആരോ ഇട്ടിരിക്കുന്നു. അതുവഴിയാണ് വന്നത് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് വഴി കാണുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ വന്നില്ലേ ആദ്യത്തെ ഒരു ആർച്ച്, അവിടെ നിന്ന് നടന്ന് എനിക്കൊന്ന് ഇവിടെ ആയിരിക്കണം എത്തേണ്ടത് തോന്നുന്നു. അവർ പറഞ്ഞിരുന്നു കുറച്ച് കാട് പിടിച്ച വഴിയൊക്കെയാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അതായിരിക്കണം. നമ്മളിപ്പോൾ എന്തായാലും ഇങ്ങോട്ടുള്ള വഴിയിലേക്ക് പോവാണ്. എനിക്കൊന്ന് അമ്പലം അങ്ങോട്ടാണ്. അമ്പലത്തിൻ്റെ ബോർഡും കണ്ടു കേട്ടോ. ഇവിടെ എത്തുമ്പോൾ ഇത്തിരി ഓപ്പണായിട്ട് കാണുന്നുണ്ട്. ഫുൾ പാറകളാണ്. ഇതിലേതാണ് തിരുച്ചിട്ടൂർ പാറ എന്ന് ഇരുന്നൂടാ. ഓ, ഇത് തന്നെയാണെന്ന് തോന്നുന്നു. ഈ പാറയുടെ ഐതിഹ്യം മറ്റേ ഹനുമാൻ തിരിച്ചിട്ട പാറ എന്നാണ്. അതുകൊണ്ടാണ് മുകളിലൊരു ഹനുമാൻ്റെ അമ്പലം. ആയി കൊള്ളാലോ. സൂക്ഷിക്കണം, പക്ഷേ ഒന്ന് തെന്നിയാൽ ചരിഞ്ഞങ്ങ് പോകും. കണ്ടോ, അത് കൊള്ളാം അല്ലേ. നല്ല വ്യൂ ഉണ്ട്. നല്ലതാ. മേഘമൊക്കെ മൂടി ക്ലൗഡ് ബെഡ് പോലെതോ അവിടെയൊക്കെ. അടിപൊളി. പാട്ടിട്ടിരിക്കുന്നതുകൊണ്ട് അധികം സംസാരിക്കാൻ പറ്റുന്നില്ല. കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. എല്ലാം കുറച്ചുകൂടെ മുകളിലോട്ട് പോയി നോക്കാം. ഇതാണ് ഇവിടുത്തെ ഒരു ഹനുമാൻ കോവിൽ കേട്ടോ. നമ്മുടെ പാറയിൽ നിന്നൊക്കെ ഊറ്റലുണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കണം. പാറയിലൊക്കെ വേരുകൾ പിടിച്ചിട്ടുണ്ടല്ലേ. ഈ ആൽമരത്തിൻ്റെ ഉണ്ടോ. അപ്പോൾ അതെ, നിങ്ങൾ വരുമ്പോൾ ചെരുപ്പൊന്ന് ഒരു കൈ പിടിക്കുമോ, അല്ലെങ്കിൽ ചെരുപ്പ് അവിടെ പുറത്തിട്ടാൽ ചിലപ്പോൾ കുരങ്ങന്മാരുടെ ഒരു ശല്യമുണ്ട്. അതുകൊണ്ട് അത് സൂക്ഷിക്കണം. എന്തായാലും ഞാൻ ചെരുപ്പ് ഒരു കൈ പിടിച്ചു. അപ്പോൾ അതെ, ഇവിടെയൊക്കെ വന്നെങ്കിൽ നല്ല വ്യൂ കേട്ടോ. അത് അവിടെയൊക്കെ കണ്ടോ. അതോ ക്ലൗഡ് ബെഡ് പോലെ ഇങ്ങനെ ഫുൾ മേഘം മൂടി നിൽക്കുക. നമുക്ക് ദൂരെ
അങ്ങ് കാഴ്ചകളൊന്നും കാണാൻ പറ്റുന്നില്ല. ഉള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ. സമയം ഇപ്പോൾ 7:30 ആവുന്നേ ഉള്ളൂ. ഇതിൽ നേരത്തെ വന്നാൽ അടിപൊളിയായിരിക്കും. പിന്നെ ഇവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ ഏരിയയാണ്. അപ്പോൾ വരുന്നവരൊക്കെ അതിൻ്റെ ആ ഒരു ഇത് സൂക്ഷിക്കുക, ബഹളമൊന്നും ഉണ്ടാക്കാതിരിക്കുക, അതേപോലെ സ്പീക്കറായിട്ടൊന്നും വരാതിരിക്കുക. ചിലരിപ്പോൾ ഞാൻ കണ്ടു ചില വ്യൂ പോയിൻറ്റിലൊക്കെ പോയി സ്പീക്കറൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. അത് നല്ലൊരു മൂഡാണ്. പക്ഷേ ഇവിടെ അതിനുള്ള സൗകര്യമില്ല. അപ്പോൾ അതൊന്ന് ഓർത്തുള്ള ഒരു അമ്പലമുള്ളതാണ്, കുറച്ച് ഐതിഹ്യങ്ങളും ഒക്കെ ഉള്ള ഒരു അമ്പലമാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. വരുന്ന താഴെ വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ചോദിച്ചാലും മതി, അവർ പറഞ്ഞു തരും. അവർ ഇതിനകത്തും വിളക്ക് എത്തിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ അങ്ങോട്ട് പോകുന്നില്ല, കയ്യിൽ ചെരുപ്പൊക്കെ ഉണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുളം. ഇവിടെ അങ്ങനെ വെള്ളം വറ്റാറില്ല എന്ന് പറയപ്പെടുന്നു. സംഭവം കൊള്ളാം കേട്ടോ, നല്ലൊരു വ്യൂ ആണ്. ലേറ്റായിപ്പോയി, വരുന്നവർ ഇത്തിരി നേരത്തെ വരും. അതാകുമ്പോൾ കുറച്ച് നേരം ഇവിടെ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റും, കാറ്റൊക്കെ കൊണ്ട്. ഇപ്പം കാറ്റൊന്നും ഇല്ല, സമയം ഒരു 7:30 ആയി. ഇതാ പോകുന്ന വഴി ഒന്നുകൂടെ കാണിക്കുന്നതാണ്. ഇതാ ഇത്തിരി സൂക്ഷിക്കണം. കണ്ടോ, വളരെ ചേർന്നാണ് ഇരിക്കുന്നത് ഈ പാറകളുടെ. അപ്പോൾ ഈ മഴക്കാലത്ത് എനിക്കൊന്ന് വരാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പം നല്ല ഗ്രിപ്പൊക്കെ ഉണ്ട്, എന്നാലും ഒന്ന് തെന്നിയതായി നേരെ അങ്ങ് താഴോട്ട് പോകും. ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് നമ്മുടെ സുഹൃത്ത് രൂപക്കാണ് കേട്ടോ, ഓഫീസ് മീറ്റ്. അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വരുന്നവരൊന്ന് സൂക്ഷിക്കുക. ഈ പറയുന്ന പോലെ നല്ല ചെരുപ്പും ഷൂസും ഒക്കെ ഇട്ടുകൊണ്ട് വരിക, ഗ്രിപ്പുള്ളത്. അപ്പോൾ എന്തായാലും ഇതാണ് കയറിയ ഒരു ഭാഗം കേട്ടോ. ഇതല്ലാതെയും ധാരാളം അത്ര റിസ്ക് എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഒന്ന് സൂക്ഷിക്കണം. അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ധാരാളം യാത്രാവിശേഷങ്ങളും രുചിവിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.